ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്ന് NMMS എക്സാമിൻ്റെ മെൻ്റൽ എബിലിറ്റിയിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. മുകേഷ് ഈസ് ടോളർ ദാൻ രാജീവ് ബട്ട് ഷോർട്ടർ ദാൻ വിജയ്. സുമൻ ഈസ് ടോളർ ദാൻ വിജയ് ബട്ട് ഷോർട്ടർ ദാൻ അമർ എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഈ ഒരു ചിത്രം നിങ്ങൾ വരച്ചു നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകേഷ് ഈസ് ടോളർ ദാൻ രാജീവ്. രാജീവിനേക്കാൾ ടോളറാണ് മുകേഷ്. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി രാജീവിനേക്കാൾ ടോളറാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല ഡയഗ്രം വരിക? യെസ്. ബട്ട് ഷോർട്ടർ ദാൻ വിജയ്. വിജയിനേക്കാൾ ഷോർട്ടറാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് വരിക? യെസ്, വിജയ് ആണ് ഏറ്റവും വലുത്. റെഡി? കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. മുകേഷ് ഈസ് ടോളർ ദാൻ രാജീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് രാജീവിനേക്കാൾ വലുതാണ്. ബട്ട് പക്ഷേ ഷോർട്ടർ ദാൻ വിജയ്. വിജയിനേക്കാൾ ചെറുതാണ് മുകേഷ്. ഇപ്പോൾ ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു, യെസ്, സുമൻ ഈസ് ടോളർ ദാൻ വിജയ്. വിജയിനേക്കാൾ ടോളറാണ് ആര്? സുമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഡയഗ്രം വരിക? യെസ്, വിജയിനേക്കാൾ ടോളറാണ് സുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമനാണ് ഹൈറ്റ് കൂടുതൽ. കൃത്യമാണല്ലോ? യെസ്. ഇനി ബട്ട് ഷോർട്ടർ ദാൻ അമർ. അമറിനേക്കാൾ ഷോർട്ടറാണ് ആര്? സുമൻ. സുമൻ എന്ന് പറയുന്ന വ്യക്തി അമറിനേക്കാൾ ഷോർട്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് ഹൈറ്റ് കൂടുതൽ? യെസ്, ഉറപ്പായിട്ടും അമറിനാണ് ഹൈറ്റ് കൂടുതൽ അല്ലേ? യെസ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഹൈറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആൻസറും ശരിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിലാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മുകേഷ് ഈസ് ടോളർ ദാൻ രാജീവ് ബട്ട് ഷോർട്ടർ ദാൻ വിജയ്. അതുപോലെ തന്നെ സുമൻ ഈസ് ടോളർ ദാൻ വിജയ് ബട്ട് ഷോർട്ടർ ദാൻ അമർ. റെഡി? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങൾ മലയാളത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. സോ ട്രാൻസ്ലേഷനും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ ഹൈറ്റിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ടോളസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ളത് ആർക്കാണെന്നാണ് അല്ലേ? അപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ളത് യെസ് അമറിനാണ്. സോ ഓപ്ഷൻ നമ്പർ 3, അമറിനാണ് എന്ത് കൂടുതൽ? ഹൈറ്റ് കൂടുതൽ. സോ ഹീ ഈസ് ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ്. Okay, so coming to next question, if all are asked to stand in descending order, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഡിസെൻഡിങ് ഓർഡറിലാണ് അവരുടെ ഹൈറ്റ് ക്രമീകരിച്ചതെങ്കിൽ who would be in the 4th place? 4ാമത്തെ പൊസിഷനിൽ ആരായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ? വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമർ, പിന്നെ അത് കഴിഞ്ഞ് എസ് വരും, സുമന് വരും, പിന്നെ അതിന് ശേഷം വിജയ് വരും, പിന്നെ മുകേഷ്, അതിനുശേഷം രാജീവ്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ നോക്കടാ, എത്രാമത്തെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, 4th പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതിനുശേഷം 4th പൊസിഷൻ. അപ്പോൾ 4th പൊസിഷനിൽ വരുന്നത് ആരാണ്? യെസ്, മുകേഷ് ആണ് അല്ലേ? മുകേഷ്. സോ ഓപ്ഷൻ നമ്പർ 2 മുകേഷ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, സോ 4th പൊസിഷനിൽ മുകേഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ ദ അസെൻഡിങ് ഓർഡർ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹൂ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു വിജയ്. വിജയ്ക്ക് ശേഷം വരുന്നത് ആരാണെന്ന്. അപ്പം മക്കളെ ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലേ? അവിടെ വിജയ്ക്ക് ശേഷം വരുന്നത് ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ് ടു വിജയ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയ്ക്ക് ശേഷം വരുന്നത് യെസ് ആരാണ്? യെസ്, എസ് ആണ് അല്ലേ? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമനാണ്. സോ ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 സുമനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹു ഈസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ? ഈ പറഞ്ഞ 5 പേരിലും ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ സിമ്പിളായിട്ട് പറഞ്ഞൂടെ? യെസ്, ആരാണ്? ആറാണ് അല്ലേ, രാജീവാണ്. സോ ഓപ്ഷൻ നമ്പർ 4 രാജീവാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. മനസ്സിലായോ? അപ്പോൾ എല്ലാതും നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഈ പറഞ്ഞ ഡയഗ്രാം വരച്ചു, അതിനുശേഷമാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തത്. റെഡി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൂ ആർ ഓൾ ടോളർ ദാൻ വിജയ്? വിജയിനേക്കാൾ ടോളർ ആയിട്ടുള്ള എത്ര വ്യക്തികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയിനേക്കാൾ ടോളർ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? യെസ്, എസും എയും. എസും എയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? യെസ്, സുമൻ ആൻഡ് അമർ അല്ലേ. അപ്പം നമുക്ക് ഉത്തരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 5 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടി. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡയഗ്രാം വരയ്ക്കുക, ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായി ചെയ്ത് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിച്ച് NMMS എക്സാമിന് മുമ്പോട്ട് പോവുക. മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. ബൈ.